ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മധുര ട്രിപ്പിൻ്റെ ബാക്കി വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ മധുരയിലെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് തിരുമലൈ നായ്ക്കർ പാലസ് കാണാനാണ്. 1545 മുതൽ 1740 വരെ മധുര ഭരിച്ചിരുന്ന തിരുമലൈ നായ്ക്കർ രാജാവ് 1636 ഈ കൊട്ടാരം നിർമ്മിക്കുന്നത്. ഇതാണ് തിരുമലൈ നായ്ക്കർ രാജാവ് കേട്ടോ. ഇറ്റാലിയൻ രജപുത്ര ശൈലിയിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ന് കാണുന്നതിന് 4 ഇരട്ടി വലിപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രതാപകാലത്ത് ദക്ഷിണേന്ത്യയിലെ തന്നെ അത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് കണക്കാക്കപ്പെട്ടിരുന്നത്. 400 വർഷങ്ങൾക്കിടയിൽ കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളും നശിപ്പിക്കപ്പെട്ടെങ്കിലും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് കളപ്പുരകൾ, സ്റ്റോർ ഹൗസ് എന്നിവയ്ക്കായി പല ഭാഗങ്ങളും പുനർനിർമ്മിച്ചു. അതുപോലെ തന്നെ തിരുമലൈ നായ്ക്കർ രാജാവിൻ്റെ ചെറുമകൻ തിരുച്ചിറപ്പള്ളിയിൽ ഒരു കൊട്ടാരം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളും ഇവിടെ ഉണ്ടായിരുന്ന പല കൊത്തുപണികളും മരത്തടികൾ അതെല്ലാം ഇവിടെ നിന്ന് പൊളിച്ച് അങ്ങോട്ട് കടത്തി കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. കൊട്ടാരത്തിൽ പല ഭാഗങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. നമ്മളവിടെ ചെന്ന സമയത്ത് റിനോവേഷൻ വർക്ക് നടക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കേട്ടോ പെർമിഷൻ ഉണ്ടായിരുന്നത്. ഇവിടെ വൈകിട്ട് 5 മണി സമയത്ത് ലൈറ്റ് ഷോ ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയൊരു കൊട്ടാരത്തിനെ കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ആ സമയത്താണ് ഇവിടെ കൊടുക്കുന്നത്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് മൂവി ഷൂട്ടിങ്സ് ഒക്കെ നടന്നിട്ടുണ്ട്. അതിലൊന്നാണ് ബോംബെ മൂവിയിലെ കണ്ണാളനി എന്നുള്ള സോങ്. അത് ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ തൂണുകളൊക്കെ കണ്ടോ, 2-3 ആൾ നിന്ന് വട്ടം പിടിച്ചാൽ മാത്രമാണ് കേട്ടോ ഈ തൂണുകൾ എത്തുള്ളൂ. അത്രയും ഇതിലാണ് ഇത് പണിതിട്ടുള്ളത്. പിന്നെ ഇവിടെ രാജാവിൻ്റെന്ന് പറയപ്പെടുന്ന ഒരു ചെയർ അവിടെ കിടക്കുന്നുണ്ട്. നമുക്കറിയില്ല രാജാവ് ഉപയോഗിച്ചിട്ടാണോന്ന് അറിയില്ല. അവിടെ വേറെ അതൊന്നുമില്ല. അവിടെ ഒരു ചെയർ ഉണ്ട്. പിന്നെ ഇങ്ങനെ എല്ലാ തൂണിലും ഇങ്ങനെ ഓരോ കൊത്തുപണികളൊക്കെ ചെയ്ത് അതിൻ്റെ മേലെ ഒരുപാട് പെയിൻറ്റിങ്സ് ഒക്കെ ആയിട്ടാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അടിപൊളി സ്ഥലമാണ്. പിന്നെ ഇവിടെ 5 മണിക്ക് ലേസർ ഷോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന് സെപ്പറേറ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. 100 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. ഈ കൊട്ടാരത്തിൻ്റെ ശരിക്കുള്ള വലിപ്പം എന്ന് പറയുന്നത് 5,54,000 സ്ക്വയർ ഫീറ്റാണ്. പക്ഷേ ഇപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ല. കുറച്ചൊരു ഏരിയ മാത്രമേ ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് മാത്രമുള്ളതുള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെ പഴക്കം കൊണ്ടൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ ഒരിക്കലെങ്കിലും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ആകെ 2 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടേക്കുള്ള ദൂരമുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞൊരു ചെയറിൻ്റെ കാര്യം, ആ ചെയറാണത്. ഇതൊക്കെയാണ് തിരുമലൈ നായ്ക്കർ പാലസിനെ കുറിച്ച് എനിക്കറിയാവുന്ന വിവരങ്ങൾ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തിരുമലൈ നായ്ക്കർ പാലസിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങ് നടക്കുമ്പോൾ ഒരു ചർച്ച് ഉണ്ട് കേട്ടോ, സെൻറ്റ് മേരീസ് കത്തീഡ്രൽ. അപ്പോൾ നമ്മൾ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയ സമയത്ത് അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. കാരണം സ്കൂളിൻ്റെ ഒരു സമയമായതുകൊണ്ട് അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ അധികം നേരം അവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് നടന്ന് വീണ്ടും മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ മുന്നിലോട്ട് എത്തി. പിന്നെ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു. കാരണം നമുക്ക് ട്രെയിനിന് ഇനി സമയമുണ്ടേ. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മഴ വന്നത്. അപ്പോൾ പിന്നെ അധികം നേരം നമ്മൾ അവിടെ നിന്നില്ല കേട്ടോ. പിന്നെ വേഗം ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.